സാന്ദർഭികമായിട്ടൊരു കാര്യം എനിക്കിവിടെ തുടക്കത്തിൽ പറയാനുള്ളൊരു വിഷയമുണ്ട്. അത് ആൻ്റണി എന്ന് പറയുന്ന മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആൻ്റണി അതുപോലെ വളരെയധികം വയലൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള മറ്റൊരു സിനിമ. അതിൽ ചില ചിത്രീകരണങ്ങൾ വലിയ തോതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിക്കുന്നു, വലിയ അക്രമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ആളുകളായിട്ടൊക്കെ അതിനകത്ത് കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റേതായിട്ടുള്ള കിതാബുകളെ, ബൈബിളും അതുപോലെയുള്ള കാര്യങ്ങളും ആ വൈദിക വേഷം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വലിയ തോതിൽ വിഷമം അനുഭവപ്പെടുന്ന, കുരുപൊട്ടുന്ന ആളുകൾ ഇന്ന് ഉയർത്തുന്നൊരു വാദമുണ്ട്. പ്രത്യേകിച്ച് ചില സംഘടനകൾ, കാസ പോലെയൊക്കെയുള്ള സംഘടനകൾ, അവരെന്ന് ഉയർത്തുന്നൊരു വാദം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് ധൈര്യമുണ്ടെങ്കിൽ ഇസ്ലാമിനെ ഒന്ന് ചെയ്ത് കാണിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു നിഷ്കളങ്കമായ ഒരു ചോദ്യമാണെന്ന്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്താണ് അത് ഇതുപോലെ എനിക്കൊരു സൂചന തന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഒരു നന്ദിയുണ്ട്. അതിൽ എനിക്ക് അവിടെ പറയാനുള്ളത് മറ്റൊരു വ്യക്തിയുടെ ഒരു പരാമർശവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. അത് നമ്മളുടെ ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഏറ്റവും ഒടുവിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. വളരെ പ്രമാദമായ ചില പെണ്ണുപിടുത്ത കേസിലും കുട്ടികളെയൊക്കെ ലൈംഗികമായിട്ട് ഇതുപോലെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പിഡോഫീലിയ റാക്കറ്റ് പോലും നടത്തി ഇസ്ലാമിൻ്റേതായിട്ടുള്ള എല്ലാ അധ്യാപനങ്ങളും അതുപോലെ അനുധാവനം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതു മുസ്ലിം ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആൻഡ്രൂ ടൈറ്റ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നടത്തിയിരുന്ന പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ആൻഡ്രൂ ടൈറ്റ് ഒരു ക്രിസ്ത്യാനിയായിരിക്കെ തന്നെ അദ്ദേഹം വലിയ കോടീശ്വരനായതുകൊണ്ട് വലിയ തോതിലുള്ള പണം ക്രിസ്ത്യൻ സഭകൾക്ക് വേണ്ടി, ചാരിറ്റി പ്രവർത്തനത്തിനൊക്കെ വേണ്ടി നൽകാറുണ്ടായിരുന്നു. Islam fixes a lot of the problems that men are currently facing. The problems we're discussing on this show, Islam fixes all of them, right? That's the first thing about Islam. And I'm not a Muslim, right? If I had to choose a religion, I would, because I live in an Orthodox Christian country, I go to the Orthodox Christian church. I donate $20,000 a month to the church in the country I live in. The church in Romania is very powerful, and I like having church friends. So I give them a lot of money, right? So I would guess I'm an Orthodox Christian. But if I had to bet on one religion as if I were betting on the stock market for the future, you have to bet on Islam. Because Muslims are intolerant. And I'm not saying that disrespectfully. Because if you're tolerant of everything, then you stand for nothing. Facts. Christians are so tolerant now. You don't believe it. They have gay pastors that I'm not even anti-gay. But if the book says don't have, like, what do you believe in now? If you're tolerant of everything, you stand for nothing. I can walk through London with a t-shirt saying Jesus is gay, and nothing will happen to me. If I did the same thing with the Islamic prophet, I'd be dead before I got to the end of the street. Boom. That's how much they believe and respect. And I respect people who stick up for what they believe in. It's not even about me believing in it. I respect them because they believe, and they will defend. Muslims are the only people who will defend their religion. They will defend their beliefs. They refuse to be mocked. They refuse to be insulted. And I respect that about them. I respect that. That's an amazing thing about them, right? And the third point is, and I've been all around the world, some of the best countries in the world today are the first world Muslim nations. Qatar, you can go to Qatar, you can fall asleep with $1 million on your lap in the middle of the street. Nothing's going to happen to you. Saudi Arabia as well. You can go to Saudi, nothing will happen to you. You can go to Dubai, UAE, nothing's going to happen to you. They leave their cars parked with the keys inside. It's so safe. Wow. It's so safe. Women, everyone's married. Every woman obeys her husband. Every single woman has 4, 5, 6 kids. Big families. All the things we're talking about, all the problems we have here, right? They've got none of that. None of it. Because of Islam. Islam keeps society in the role where women obey their man. Women have children. Women have big families. Women are exceptionally happy to do so. Yes. Before some Western girl comes in here and runs her mouth, the Islamic women are happier than any you're going to see in the club tonight. They're very true. They're happy. Society is functioning. Their population is growing, because in most Western countries, the population is declining. Yep. Tim Cass was talking about it today. I was talking about we were 2 people have 1 kid. Doesn't work. Doesn't work, right? 2 people need to have 3.1 kids because people die, right? People die prematurely, blah, 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 blah.
So we have population problems in the West. They have none of the population problems. Society is functioning. And that's what society is. Society starts at the smallest possible group. You have families, and families make a street, and that street makes a village, and that village makes a town, that town makes a city, and that city makes a country. So if it's broken at the very fundamental level, if its family level's broken, then it's broken the whole way up. Yep. And that's what's happened in the West. And the first world Islamic countries have none of those problems. So if you're going to talk about a belief system that fixes issues, you need to go to Islam. And I will say this that will fix everything. I just have even though I wouldn't identify as Muslim, I have absolute respect for the ideology, respect for the mentality, respect for the warrior aspect of it. I respect it. They don't play. They don't play. You can't insult their shit. But you can insult the church all day. You can make fun of it. There's a show on Netflix about a gay Jesus. That's a joke, right? Ha, ha, ha. And what do the Christians do? Nothing. Yeah. Christianity is a dead religion. If you're a Christian, and I'm saying this as a Christian myself, Christianity is a dead religion which is confined to the history books. It's dying out. Your own Pope. The Pope goes up there and talks LGBTQ shit. That's now. crazy. It is over. That's you don't crazy. stand for anything. You don't believe in anything. You have no boundaries. You're walked on. You're mocked. The whole thing is a joke. Being a Christian now is nothing more than advertising. You're a loser. It's a losing religion because you've lost to Islam. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മതം തിരഞ്ഞെടുക്കണം. ഇഫ് ഐ നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ റിലീജിയൻ, ഏത് റിലീജിയൻ എടുക്കും എന്ന് ചോദിക്കുകയും അതിന് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി എടുക്കുന്നില്ല, മറ്റൊരു മതത്തെ എടുക്കാതെ അദ്ദേഹം എടുത്തത് ഇസ്ലാമിനെയാണ്. അപ്പോൾ ഇസ്ലാമിനെ എടുക്കാൻ അദ്ദേഹം ആ ഇസ്ലാമിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് അത് എടുക്കാനുണ്ടായ ആ കാരണവും അദ്ദേഹം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിലെ ഖുർആനിലെ സൂക്തങ്ങളുടെ മനോഹാരിതയോ അല്ലെങ്കിൽ ഹദീസുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ശാസ്ത്ര സത്യങ്ങളെയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള മാനവികതയുടെ മുത്തു ചിപ്പികളോ ഒന്നുമല്ല. പക്ഷേ അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ സ്ട്രീറ്റ്സിലൂടെ ജീസസ് ഒരു ഗേ ആണ് എന്ന് പറഞ്ഞ് നടക്കാം, അതല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരെ നിങ്ങൾക്ക് കളിയാക്കാം, പള്ളിയെ നിങ്ങൾക്ക് അപമാനിക്കാം, ഒന്നും ആരും ചെയ്യാൻ വരുന്നില്ല, ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല, ആരും നിങ്ങളെ തടയില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് ഇസ്ലാമിനെ തൊട്ടു നോക്ക്, അവിടെ പൊട്ടും, അവിടെ പള്ളയിൽ കത്തി കയറും, അത്രയ്ക്ക് തീവ്രമാണ് അവരുടെ മതവിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കുന്നു. ഇസ്ലാമിൻ്റെ ആ ഒരു മുഖത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് വയലൻസ് അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു ആകർഷത പറയുകയും അതിനകത്ത് അദ്ദേഹം അതിൽ ആകർഷനാവുകയും എന്നിട്ട് അവസാനം ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ സമാനമായ രീതിയിൽ ആ വയലൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഇന്നിപ്പോൾ ഇവിടെ കാസയും നടത്തി വെക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇസ്ലാമിനെ തൊട്ട് കാണിക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത്? അവിടെ ഒരു ടോളറൻസ് എന്ന് പറയുന്ന സംഗതി, കല അവിടെ പല രീതിയിൽ അതിനെ ആവിഷ്കരിക്കുന്ന സമയത്ത് അതിനകത്ത് ചില പേരുകൾ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു മയക്കുമരുന്നിൽ ഒരു 10 പേരെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇസ്ലാമിൻ്റെയൊക്കെ വക്താക്കളാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നും പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിവൃത്തം വെച്ചുകൊണ്ടൊരു സിനിമ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ പേര് വരും. മറ്റേതെങ്കിലും ഇതുപോലെയുള്ള കേസുകളൊക്കെ അല്ലെങ്കിൽ പരാമർശിക്കുന്ന സമയത്ത് അവിടെ ക്രിസ്ത്യൻ നെയിംസ് കൂടുതലായിട്ട് വരും. പക്ഷെ ഇപ്പോൾ പറയുന്നത് അത് ചെയ്യരുത് എന്നാണ്. അത് അവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നുകൊണ്ട് ആ മതത്തിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി തികച്ചും അപലപനീയമാണ്. എന്ന് മാത്രമല്ല സമൂഹത്തിൽ വലിയ തോതിലുള്ള വയലൻസിന് കോപ്പ് കൂട്ടുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് ഒരു ഡോഗ് വിസിലിംഗ് ആണ് ഈ കാസ പോലെയുള്ള സംഘടനകൾ നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ പറയുക, ആ തരത്തിലുള്ള സിനിമാ പിടുത്തം അത് എല്ലാ മതത്തിലേക്കും കടന്നു ചെല്ലണം. അങ്ങനെ ഇതിലൊരു മതത്തിൻ്റെ ഒരു ആംഗിൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു സ്ലൈസ് എടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ മതവിശ്വാസികളും മതമില്ലാത്ത വിശ്വാസികളും ഒക്കെ അവിടെ ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന വിഷയങ്ങളിൽ ഞങ്ങളെ മാത്രം പറഞ്ഞു, ആ മതത്തിനെ പറഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ മതത്തിലും നമ്മളുടെ ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഒരു കൊട ചൂടിയിട്ട് ഒരു സന്യാസി, ഒരു പാതിരി, ഒരു മൊല്ലാക്ക ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം.
എല്ലാ സിനിമയും അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ചിത്രമാക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്നത് ഒന്ന് ഓർത്തേക്കുക. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന, അത് കാസയായാലും, പിന്തിരിയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.